നമസ്കാരം. ദിയാകൃഷ്ണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ യൂട്യൂബിൽ ചൂട് പിടിച്ചിട്ടുള്ള ചർച്ചകളായിട്ടുണ്ട്. പലപ്പോഴും അതൊക്കെ ആൾക്കാർ യൂട്യൂബിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് വലിയ വലിയ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ആക്കാറുണ്ട്. ദിയാകൃഷ്ണയുടെ ബ്രേക്കപ്പ് ആയിക്കോട്ടെ, അതിനുശേഷം അശ്വിനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അവരുടെ കല്യാണം, ഹണിമൂണ്, പിന്നീട് ദിയാകൃഷ്ണയുടെ OBOC എന്ന് പറയുന്ന ഒരു ഓർണമെന്റ്സ് പേജിൽ ഒരു കസ്റ്റമറിന്റെ കംപ്ലൈന്റ്, അങ്ങനെ ഒരുപാട് വിഷയങ്ങളും ഒരുപാട് വിവാദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ വിവാദ നായിക എന്നുള്ളൊരു ലേബല് പലരും ദിയാകൃഷ്ണയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഉണ്ടായിട്ടുള്ളൊരു വിവാദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിയാകൃഷ്ണയുടെ പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ദിയാകൃഷ്ണ യൂട്യൂബിൽ പ്രഗ്നൻസി റിവീലിംഗിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ ഏകദേശം ഒരു 2.3 മില്യൺ വ്യൂസ് ഒക്കെ ആയിട്ടുണ്ട്. ട്രെൻഡിങ് നമ്പർ 1-ലാണ്. അപ്പൊ ആ വീഡിയോയുടെ അവസാന ഭാഗത്ത് ദിയാകൃഷ്ണയുടെ തേർഡ് മന്തിന്റെ പ്രഗ്നൻസി സ്കാനിങ്ങിന്റെ ക്ലിയർ ആയിട്ടുള്ള വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ സ്കാനിങ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്ക്രീനിൽ കാണിക്കുന്ന ആ ഒരു വീഡിയോ വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് ക്ലിയർ ആയിട്ട് ഈ ഒരു വീഡിയോയുടെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ പ്രഗ്നൻസി സ്കാനിങ് വീഡിയോ കാണിക്കുന്നതിന് ഒരുപാട് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. മിക്ക സ്കാനിങ് സെന്ററുകളും ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കാറില്ല. അതുകൂടാതെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഒരു നിയമമുണ്ട്. 1994 നിലവിൽ വന്നിട്ടുള്ളൊരു നിയമമാണ്. പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീ നേറ്റൽ ഡയഗ്നോസ്റ്റിക് ആക്ട് എന്നാണ് ആ ഒരു നിയമത്തിന്റെ പേര്. അപ്പൊ ആ ഒരു നിയമം കൊണ്ടുവരാനുള്ള സാഹചര്യം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ജനിക്കുന്നതിന് മുമ്പ് കുഞ്ഞിന്റെ ലിംഗനിർണ്ണയം നടത്താൻ പാടില്ല, കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് നിർണ്ണയിക്കാൻ പാടില്ല. അപ്പം പലപ്പോഴായിട്ട് ഇതിനു മുമ്പ് ഈ നിയമം കൊണ്ടുവരുന്നതിന് മുമ്പ് ഒരുപാട് പെൺകുഞ്ഞുങ്ങളെ ആൾക്കാർ ഇല്ലാതാക്കി കളയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം വുമൺ പോപ്പുലേഷൻ നമ്മുടെ നാട്ടിൽ കുറയുന്നു എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോഴാണ് ഗവൺമെന്റ് എന്ത് ചെയ്തത്, ഫോഴ്സ്ഫുള്ളി ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി സ്കാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി റൂൾസും റെഗുലേഷൻസും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. 3rd മന്ത് തൊട്ടേ വേണമെങ്കിൽ ബേബിയുടെ ജെൻഡർ ഐഡന്റിഫൈ ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷേ അത്രയ്ക്കും അക്യുറേറ്റ് ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ദിയാകൃഷ്ണ ആ ഒരു വീഡിയോ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയത്? ഇതാണ് ഇപ്പൊ വിവാദത്തിന് കാരണം. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമാക്കാതെയും ഇരിക്കാം. അതൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ പ്രശ്നമോ അത്ര വലിയ ഇഷ്യൂവോ അല്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ദിയാകൃഷ്ണ ആ ഒരു വീഡിയോ ഈ ഒരു വീഡിയോയുടെ കൂട്ടത്തിൽ ആഡ് ചെയ്യാൻ പാടില്ലായിരുന്നെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വലിയ രീതിയിലുള്ള പ്രശ്നമാക്കാനോ അല്ലെങ്കിൽ വലിയ രീതിയിൽ ആൾക്കാർ ഇപ്പോൾ കുറേ ആൾക്കാർ യൂട്യൂബേഴ്സ് ഒക്കെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നുണ്ട്. ദിയാകൃഷ്ണയുടെ തലക്കനമാണ്, ദിയാകൃഷ്ണ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വലിയ പൊലിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പൊലിപ്പിച്ച് കാണിക്കേണ്ട രീതിയിലുള്ള വലിയ തെറ്റൊന്നും ദിയാകൃഷ്ണ ചെയ്തിട്ടില്ല. ഒരുപക്ഷെ ദിയാകൃഷ്ണയുടെ എക്സൈറ്റ്മെന്റിലായിരിക്കാം. അത് മാത്രമല്ല, ആ സ്കാനിങ് സെന്ററുകാർ തെറ്റ് ചെയ്തു. ഇവരെ കൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി സമ്മതിക്കാൻ പാടില്ലായിരുന്നു. അത് ആ സെന്ററിന്റെ മിസ്റ്റേക്കാണ്. അങ്ങനെ സെന്ററുകൾക്കൊക്കെ നിർദ്ദേശമുണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഇതുപോലെ സ്കാനിങ് വീഡിയോസ് ഒന്നും പകർത്താൻ പാടില്ല. സ്കാനിങ് വീഡിയോസ് ആയിക്കോട്ടെ, ഫോട്ടോസ് ആയിക്കോട്ടെ, അതൊന്നും പകർത്താൻ പാടില്ല. ഈവൻ പകർത്തി കഴിഞ്ഞാൽ തന്നെ യൂട്യൂബിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇടുന്നതിന് കുറെ റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ഈവൻ ഇതിനകത്ത് ദിയാകൃഷ്ണയും അശ്വിനും ഒന്നും ജെൻഡർ നിർണ്ണയിച്ചിട്ടില്ല. പിന്നെ ആൾക്കാർ വേറൊരു കാര്യം പറയുന്നത്, ദിയാകൃഷ്ണ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ പോസ്റ്റിൽ ഇതുപോലെ സ്കാനിങ് ചെയ്യുന്നതിന്റെ ഒരു ഫോട്ടോ ഇട്ടിട്ട് വെയിറ്റിംഗ് ഫോർ അവർ ഏഞ്ചൽ എന്ന് ദിയാകൃഷ്ണ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ട്. ആ ക്യാപ്ഷൻ കണ്ടിട്ട് ആൾക്കാർ പറയുന്നത്, ഏഞ്ചൽ എന്ന് സാധാരണ വിളിക്കുന്നത് പെൺകുഞ്ഞുങ്ങളെ അല്ലേ? അങ്ങനൊന്നും ഇല്ല. നമ്മുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ലിംഗം നിർണ്ണയിക്കുന്നില്ല, ലിംഗാണോ പെണ്ണോ എന്നൊന്നും അറിയുന്നില്ല. അപ്പൊ അതിനു മുമ്പ് ഒരു അമ്മയ്ക്കും അച്ഛനും അതൊരു ഏഞ്ചലാണ്, അതൊരു അനുഗ്രഹമാണ്, ഒരു മാലാഖയാണ്. അതിപ്പോ അവനോ അവളോ മാലാഖ എന്ന് വിളിക്കാമല്ലോ. മാലാഖയ്ക്ക് ഒരു ജെൻഡർ എന്ന് പറയുന്ന ഒരു ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേരല്ലോ മാലാഖ എന്ന് പറയുന്നത്. മാലാഖൻ എന്ന് പറയാറില്ല. ആണായാലും പെണ്ണായാലും മാലാഖ എന്നാണ് പറയാറുള്ളത്. അപ്പം ഏഞ്ചൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാലാഖ, ആ ഒരു അർത്ഥത്തിൽ അത് എടുത്താൽ മതി. ഇങ്ങനെ ആവശ്യമില്ലാതെ എല്ലാ കാര്യത്തിലും ഇപ്പം ദിയാകൃഷ്ണ എല്ലാ കാര്യങ്ങളിലും വിവാദം ഉണ്ടാക്കുന്നു, ഒരു വിവാദ നായികയാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു കഴിഞ്ഞാലും എടുത്തിട്ട് വിവാദമാക്കുകയോ പ്രശ്നമാക്കുകയോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് യൂട്യൂബേഴ്സ് വലിയ രീതിയിലുള്ള പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ അതിനെ കാണിക്കുന്നുണ്ട്. വലിയൊരു പ്രശ്നമൊന്നുമല്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഇപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുകയോ ബ്ലർ ആക്കുകയോ ചെയ്യണം. അതൊരു റിക്വസ്റ്റ് ആണ്. കാരണം ഇതേ പാത ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യും. ഇപ്പൊ സ്കാനിങ് സെന്ററുകളിലൊക്കെ തന്നെ ഒരു റെഗുലേഷൻ ഉണ്ട്. ഇതുപോലെ പ്രഗ്നൻസിയുടെ ഈ ഒരു സ്കാനിങ് വീഡിയോ എടുക്കാൻ പാടില്ല, അല്ലെന്നുണ്ടെങ്കിൽ ലിംഗം നിർണ്ണയിക്കാൻ പാടില്ല എന്നുള്ളൊരു റെഗുലേഷൻ ഉണ്ട്. അപ്പൊ ഈ റെഗുലേഷൻ ഒരു ചാഞ്ചാട്ടം വരുവാണ്.
ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ പലരായിക്കോട്ടെ ഇങ്ങനെ കാണിച്ചു കഴിയുമ്പോൾ ആ ഒരു റെഗുലേഷൻസിനും ആ ഒരു നിയമത്തിനും ഒരു ചാഞ്ചാട്ടം വരും. അത് പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മോഡേൺ ഏജ് അല്ലേ, ഇപ്പൊ ആധുനിക കാലമല്ലേ, അപ്പൊ അതിനൊക്കെ ചാഞ്ചാട്ടം വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ലെന്ന് ചില ആൾക്കാർ പറയും. പക്ഷെ കുഴപ്പമുണ്ട്, സ്റ്റിൽ ഇപ്പോഴും അത് കുഴപ്പമുണ്ട്. കാരണം എല്ലാ അക്രമങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഇപ്പോഴും പെൺകുട്ടികളുടെ നേരെയാണ്. അതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ചാഞ്ചാട്ടം വരാൻ വേണ്ടിയിട്ട് നമ്മൾ അനുവദിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിലുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസിനും റൂൾസിനും ഒന്നും ചാഞ്ചാട്ടം വരാൻ നമ്മൾ സമ്മതിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാക്സിമം വിട്ടു നിൽക്കുക. അത് ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, പബ്ലിക് ഫിഗേഴ്സ് ആയിക്കോട്ടെ, സിനിമാ നടനോ നടിയോ ആരും ആയിക്കോട്ടെ, അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇതിപ്പോൾ ദിയാകൃഷ്ണ കാണിച്ചു, നാളെ പല ആൾക്കാരും ഇങ്ങനെ കാണിച്ചു കഴിയുമ്പോൾ ഇതൊരു നോർമലായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറും. അങ്ങനെ അവസാനം ഭാവിയിൽ ഈ കൊണ്ടുവന്നേക്കുന്ന ആ ഒരു നിയമമുണ്ടല്ലോ, 1994 കൊണ്ടുവന്നേക്കുന്ന ആ ഒരു നിയമത്തിന് ചാഞ്ചാട്ടം വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ ചാഞ്ചാട്ടം വരാൻ പാടില്ല. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിയമമാണ്. അത് അങ്ങനെ തന്നെ നിലനിൽക്കണം. അപ്പോൾ അതിന് നമ്മളായിട്ട് ഇടവരുത്താൻ പാടില്ല. അപ്പോൾ അത് മാതൃകയായിട്ട് ദിയാകൃഷ്ണ അത് ബ്ലർ ചെയ്താൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അതിനൊക്കെ ഓപ്ഷൻ ഉണ്ടല്ലോ.